ഹലോ മല്ലു, ഞാൻ നൗഫൽ പെരുമ്പാവൂർ. അപ്പോൾ അടിപൊളി സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്നത് നമ്മുടെ കടമ്പ വേറൊരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയാം. അടിപൊളി സ്പോട്ട്, എന്തായാലും മീനടിക്കും ഉറപ്പാണ്. ബ്രാലടിക്കും എന്ന് കണ്ടീഷനായിട്ട് ഇറങ്ങുന്ന സ്പോട്ട്. കാത്തിരുന്ന് കാണാം. ഓക്കെ അല്ലേ? അങ്ങനെ ഫസ്റ്റത്തെ ഏറി തന്നെ ഒരു ബ്രാല്. ഫസ്റ്റത്തെ ഏറി തന്നെ രാവിലെ തന്നെ ഒരു ബ്രാലടിച്ചുണ്ട്. അടിപൊളി ഒരു ബ്രാല്, നാടൻ. ആദ്യ ഏറിൽ ഫസ്റ്റ് കാച്ചിങ്ങിൽ കിട്ടിയ ബ്രാലാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലുമൊക്കെ ഒന്ന്. ആശ്ശേ, ഓ കേറിടാ. അങ്ങനെ രണ്ടാമത്തെ ബ്രാലിനെ കിട്ടി. അടിസാക്ക. പൊളിപ്പൻ സാധനം കേട്ടാ ബ്രാല്. പൊളിപ്പൻ സാധനം, നാടൻ. മാഷാ അല്ലാഹ്, ഒരു രക്ഷയുമില്ലാത്ത നാടൻ. ഓക്കെ, സാധനം നോർമൽ സാധനമല്ല കേട്ടാ, ഞാൻ പറഞ്ഞല്ലേ, റേഞ്ച് സാധനം. ഹായ്, നമുക്ക് ടാസ്കി ഗെയിമിലേക്ക് എടുക്കാം. ഹലോ മല്ലൂസ്, ഞാൻ നൗഫൽ പെരുമ്പാവൂർ. നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു ടാസ്ക് എടുത്ത് നല്ലൊരു മീൻ പിടുത്തവുമായിട്ട് ഞാൻ നല്ല പ്രേക്ഷകരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാനും ഇതൊന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ കണ്ടിട്ട് പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ടാസ്ക് എടുത്തൊക്കെ വന്നേക്കണേ, എല്ലാ റിസ്ക് കൊടുത്താണ് വന്നേക്കണം. പിന്നെ ഇതൊരു ഹോബി ആയതിൻ്റെ പേരിൽ ഞാനിത് നിർത്തില്ല. ഞാനെന്നല്ല, ഇതിപ്പോൾ ഒരു മീൻ പിടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് താല്പര്യമില്ലാത്തൊരു വ്യക്തി ഒക്കെയാണ് ഈ ചൂണ്ട. ഇപ്പോൾ ബൈക്ക് കാസ്റ്റ് റോഡാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. സ്പിന്നിങ് റോഡ് ഉപയോഗിക്കുന്നവർ ബൈക്ക് കാസ്റ്റിലേക്ക് കടക്കാൻ നേരത്ത് കിട്ടുന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ കുറേ നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് അതിലപ്പുറമാണ്
ഒരു മീൻ പിടിക്കാൻ സാധാരണ നോർമലി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ മീൻ പിടിക്കാൻ നേരത്ത് വെറുതെ കൂടെ വരുമ്പോൾ എടാ സ്റ്റിക്ക് വെറുതെ ഇരിക്കുന്നുണ്ട്, നീ ഒന്ന് ഇട്ടോക്ക്, വെറുതെ ഇട്ടോക്ക് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട് അവനൊരു സ്ട്രൈക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പാണ് അവൻ വീണ്ടും മാക്സിമം ഫ്രീ ടൈമിൽ നമ്മളിവിടെ വരാൻ തോന്നും. എന്ന് പറയാൻ നമ്മൾ ആ സ്ട്രൈക്ക് ഡമ്മിയിൽ സ്ട്രൈക്ക് കിട്ടണം. ആ ഡമ്മിയിൽ സ്ട്രൈക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഭയങ്കര ഒരു എന്നാ ഒരു അത് പറഞ്ഞറിയാൻ പറ്റില്ല, ചെയ്ത് അനുഭവിച്ചറിയണം. അന്നേരമാണ് അത് എല്ലാവർക്കും ഒരു 80% ആസ്വദിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, മറക്കരുത്. ആ മണി ബട്ടൺ ഒന്ന് തൊടാ ആയിട്ട് ഓളടിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരും. പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടിസാക്കേ ഈ ബ്രാലിനെ നമുക്ക് റിലീസ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നടക്കണോടാ, ആ കാണുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് നമുക്ക് തൊട്ടടുത്ത് നടിച്ച് വലിയ ബ്രാലാണ്. നമുക്ക് അതിൻ്റെ കൂടെ വിട്ടില്ലെങ്കിൽ ഇതിവിടെ ബ്രാല് കിടക്കണം, കുഞ്ഞുങ്ങൾ കിടക്കണം. ആ തിളക്കണയാണ് കുഞ്ഞുങ്ങൾ. നമുക്ക് റിലീസ് ചെയ്ത് ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെ റിലീസ് ചെയ്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇപ്പോൾ 500 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിക്കും. അതിലൊരു 25 പീസെങ്കിലും ഈ തള്ളയുള്ളതുകൊണ്ട് രക്ഷപ്പെടും. ചുരുങ്ങിയത് മറ്റുള്ള മീനുകളുടെ കയ്യിൽ നിന്ന് ആക്രമണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളതിനെ റിലീസ് ചെയ്തു. ഓക്കെ.